അപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലാണ്. കൊട്ടാരക്കര എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേരളം വീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം ഇക്കുറി കൊട്ടാരക്കരയ്ക്ക് പ്രത്യേകതയുള്ളത് രണ്ട് സ്ഥാനാർത്ഥികൾ. അതിലൊരാൾ 3 ടേമിൽ 2006, 2011, 2016 ഈ 3 ടേമിൽ തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഐഷ പോറ്റി ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ UDFന്റെ വിസ്മയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലയളവിന് തൊട്ട് മുമ്പുണ്ടായ UDFന്റെ വിസ്മയം എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു അത്. തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടത് രശ്മി. കഴിഞ്ഞ തവണ KN ബാലഗോപാൽ അവർ BJP ക്യാമ്പിലേക്ക് പോകുന്നതാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി. മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കരുത്തരിൽ രണ്ടാമൻ എന്ന് പറയാവുന്ന ആളാണ്. അപ്പോൾ ധനമന്ത്രിക്ക് എന്താണ് ഇക്കുറി ഈ മണ്ഡലം കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ 2 കാലുമാറലുകൾ, അത് വോട്ടർമാർ എങ്ങനെയാണ് അതിനെ കണക്കാക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് ആകാംക്ഷയോടെ. നമുക്ക് പരിശോധിക്കാം ഈ മണ്ഡലത്തിൽ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണ് വിശദമായി ഈ മണ്ഡലത്തിന്റെ ചിത്രം. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇവിടെ ആരായിരുന്നു? ഐഷ പോറ്റിയായിരുന്നു. ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ. മറ്റൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ തറക്കല്ല് കേരളം മൊത്തം കിടക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് ആണ്, നാളത്തെ BJP. പെൻഷൻ പോലും കൊടുത്തില്ല. 18 മാസം മുടക്കമുണ്ടായിരുന്നു. 18 നിങ്ങളുടെ തോമസ് ഐസക് പോലും സമ്മതിച്ചൊരു കേസ് കേട്ടാ. 18 മാസം പെൻഷൻ മുടക്കിയാരാ ഇവരെ. ഈ രണ്ടും നിക്കട്ടെ. ഇവരെ 20,000 BJP വരട്ടെ. വന്നിട്ട് എന്തുവാ ഐഷ പോറ്റി വൻപിച്ച ഭൂരിപക്ഷത്തോട് 20,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വിജയിച്ചിരിക്കും. അടിയൊഴുക്ക് നടക്കുന്നു. നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഐഷ പോറ്റി മലർപ്പടിക്കാരന്റെ സ്വപ്നം. മലർപ്പടിക്കാരന്റെ ഇവിടെ അങ്ങനെ വന്ന സമയത്ത് ഈ പറയുന്ന ഒരു പ്രാവശ്യം LDF മുന്നണി വരും, അടുത്ത പ്രാവശ്യം കോൺഗ്രസിന്റെ വരും. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇപ്രാവശ്യം BJP വരണമെന്നാണ് ഇപ്പൊ ജനങ്ങളുടെ എല്ലാം ആവശ്യം. കാരണം ജനങ്ങളുടെ ആവശ്യത്തോട് കൂടി തന്നെ പുള്ളി ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ? പുള്ളി ഐഷ പോറ്റിയുടെ ആളാണ്. പറയുമ്പോ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യുന്നത്. നടക്കാനൊക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. നമുക്ക് ഉത്തരേന്ത്യ രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ 3000 രൂപ പെൻഷൻ തരുമ്പോ ആ പെൻഷൻ മേടിച്ചിട്ട് 1/2 കിലോ ബീഫ് മേടിച്ച ആ ബീഫിന്റെ പേര് തല്ലിക്കൊല്ലുന്നവരാ BJP-ക്കാർ. ഇവിടെ ഞാൻ പറയാം, കേരളത്തിൽ ബീഫിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവരെല്ലാം ബീഫ് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുന്ന ആളുകളാണ്. ഇവിടെ കേരളത്തിൽ ബീഫ് കഴിക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളം തയ്യാറാവില്ല. ഒരു കാര്യം വളരെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൊട്ടാരക്കര ആരും പറഞ്ഞിട്ടില്ല അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഒരാളും പറഞ്ഞിട്ടില്ല കേരളത്തിൽ. അതാണ് വളരെ സജീവമായി തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. ഈ വോട്ടർമാർ പല വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് ഒരു അല്പം അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടത്. കാരണം ഈ ബീഫിന്റെ കാര്യം പറയുന്നു, കൂടാതെ വയനാട് ഫണ്ട് തട്ടിപ്പ്, അങ്ങനെ പല വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കൊട്ടാരക്കര മണ്ഡലത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല അവർ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ധനമന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പോൾ തന്നെ നാടൊട്ടാകെ കണ്ടിരിക്കുന്ന വികസനം എങ്ങനെയാണ് എന്നത് മണ്ഡലത്തിന് അപ്പുറത്തേക്ക് അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പം പ്രചാരണത്തിലും അതൊക്കെ വിഷയമാകുന്നുണ്ട് എന്നാണ് വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഐഷ പോറ്റിയാണോ അതോ രശ്മിയാണോ അതോ ബാലഗോപാലാണോ കൊട്ടാരക്കര കയറാൻ പോകുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളക്കര ഒന്നാകെ. ഇനി കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ തൊട്ടടുത്ത അധികം ദൂരമൊന്നും ഇല്ലാത്ത ഇടത്തേക്ക് പോവുകയാണ്, തലസ്ഥാനത്തേക്ക്, തിരുവനന്തപുരം സെൻട്രലിലേക്ക്. അവിടെ നിന്ന് ചേരുന്നത് KR ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.